അനുദിനം ആവർത്തിക്കുന്ന റാഗിംഗ് കേസുകൾ. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് ഞെട്ടലോടെ ഓരോ വാർത്തയും കേൾക്കുമ്പോൾ ആശങ്കപ്പെടുന്ന ജനങ്ങൾ. കഴിഞ്ഞ വർഷം നടന്ന ക്രൂര പീഡനത്തിന്റെയും മരണത്തിന്റെയും മുറിവുകൾ ഉണങ്ങാത്ത ഒരു കുടുംബമുണ്ട് കേരളത്തിൽ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച ജയസിദ്ധാർത്ഥന്റെ കുടുംബം. സർക്കാരിൽ നിന്ന് നീതി കിട്ടിയില്ലെന്നും പ്രതീക്ഷ കോടതിയിൽ മാത്രം എന്നും അമ്മ ഷീബ 24 പറഞ്ഞു. 2024 ഫെബ്രുവരി 18 പ്രതീക്ഷകൾ തകിടം മറിച്ച സിദ്ധാർത്ഥന്റെ മരണവാർത്ത കുടുംബത്തെ തേടിയെത്തുന്നത്. ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ചെന്നായിരുന്നു ആദ്യ വിവരം. പിന്നീട് വഴിമാറിയ കേസിൽ ക്രൂര റാഗിങ്ങിന്റെ കഥകൾ ഒന്നൊന്നായി പുറത്തുവന്നു. സിദ്ധാർത്ഥൻ നേരിട്ടത് കൊടിയ പീഡനവും പരസ്യ വിചാരണയുമെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് നൽകി. കുറ്റക്കാരെന്ന ആരോപണം നേരിട്ട വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് തിരിച്ചെടുത്തു. കേസിന്റെ നടപടിക്രമങ്ങൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് ആരോപണങ്ങളുണ്ടായി. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ലാതിരുന്ന കുടുംബത്തിന്റെ നിരന്തര ശ്രമഫലമായാണ് കേസ് CBIക്ക് വിട്ടത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് മകന്റെ 1ാം ഓർമ്മദിനത്തിൽ കുടുംബം. കോടതി ഉത്തരവിലാണ് പ്രതീക്ഷ. കോളേജിന്റെ ഭാഗത്തു നിന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും അമ്മ ഷീബ 24 പറഞ്ഞു. അതിൻ്റെ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു വിധി വന്നിട്ടില്ലല്ലോ. അത് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ്. അതുവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തുടക്കം മുതലേ ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ കോടതി വിധിയെ വിശ്വസിച്ച് നീങ്ങുകയാണ്. നീതിക്കായുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ്. ഇപ്പോൾ പറയുന്ന നീതി ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നില്ല. കാര്യം കോടതിയിലെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതല്ല മറിച്ചാണെങ്കിൽ വീണ്ടും ആ നീതിക്ക് വേണ്ടി ഞാൻ പോരാടും. ഞാൻ ആരെയും കുറ്റം പറയില്ല, ആരെയും എതിർക്കില്ല, ഞാൻ ആരെയും ഒന്നും പറയില്ല. പക്ഷേ നീതിക്ക് വേണ്ടി ഞാൻ വീണ്ടും പോരാടും. കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഇതൊരു ആത്മഹത്യ അല്ല എന്ന്. സിദ്ധാർത്ഥിന്റെ പിതാവും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ ഉൾപ്പെടെയുള്ളവരും സിദ്ധാർത്ഥിന്റെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. സിദ്ധാർത്ഥൻ മരിച്ച് 1 വർഷം പിന്നിടുമ്പോഴും CBI അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.